ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. അപ്പോൾ D3 സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചിക്കൻ ദം ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗീ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓയിലാണ്. നമുക്ക് കിസ്മിസ്, കാഷ്യൂ, അതുപോലെ സബോള ഒക്കെ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂവും അതുപോലെ കിസ്മിസും പിന്നെ സബോളയും നമുക്ക് ഫ്രൈ ആക്കാം. കിസ്മിസ് നമ്മൾ വറുത്തെടുത്തതിന് ശേഷം നമ്മളിവിടെ കാഷ്യൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സബോള നന്നായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ്. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ദം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് വറുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം പിന്നെ ഞാനിവിടെ മല്ലിയിലയാണ് നമ്മൾ വറക്കുന്നത്. ആ സെയിം ഓയിലിൽ നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില വറുത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില, പിന്നെ നമുക്ക് മിൻറ്റ് ലീവ്സൊക്കെ വറുത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ദം ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ സ്മെല്ലും നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ആ സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. മിളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ച ചിക്കനാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആ സെയിം ഇതിലേക്ക് തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോള ഇട്ട് കൊടുക്കാം. സബോള ഒന്ന് വഴറ്റി കിട്ടുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി വഴറ്റുക. ഒരു പച്ചക്കുത്ത് സ്മെല്ല് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത തക്കാളി നമ്മൾ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി കിട്ടുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. അതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള സബോള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മുടെ ദം ബിരിയാണിയുടെ ചിക്കൻ മസാല ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ സെറ്റായി കഴിഞ്ഞപ്പോൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് വെച്ചത്. ഇപ്പം നമുക്ക് മിൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അരി വേവിക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ വേവിക്കാൻ ഉദ്ദേശിക്കണ പാത്രം എടുക്കുക. നമ്മളിപ്പോൾ ഒരു പാനാണ് യൂസ് ചെയ്യുന്ന, ഒരു വലിയ പാനാണ്. അപ്പം അതിൽ നമ്മൾ ആവശ്യത്തിന് ഗീയും ഓയിലും അതുപോലെ നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരാറാവുമ്പോൾ നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി അരമണിക്കൂർ നമ്മൾ കഴുകി സോക്ക് ചെയ്ത് വെച്ച റൈസാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൈസ് വേവിക്കാം. നോർമലി നമ്മൾ റൈസ് വേവിക്കണ പോലെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം പ്രോസസ്സായിട്ട് ഫസ്റ്റ് ലെയർ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ്റെ മസാല ഇടാം. ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ സെക്കൻഡ് ലെയർ ആയിട്ട് വീണ്ടും അരി, പിന്നെ ചിക്കൻ്റെ മസാല. ഇത് തന്നെയാണ് സെയിം പ്രോസസ്സ്. പിന്നെ അതാണ് വീണ്ടും കാണിക്കാത്തത്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ആരും കയറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.